അപ്പം നാവികപ്പാലം ഇറങ്ങി നമുക്ക് പോവാം. നമുക്ക് നാവികപ്പാലം സെൽഫി എടുക്കണം. പാലം പണിതുണ്ട്, പക്ഷേ അതിൻ്റെ എൻഡ് കൊണ്ടുവന്ന് ഇത്തിരി സ്റ്റോപ്പറായി കളഞ്ഞു. വേറെ വാഹനങ്ങൾ അധികം കയറാതിരിക്കാനായിരിക്കും. അപ്പോൾ ഇതാണ് പിഴല. പിഴയിലെ ഇവിടെ ഗ്രാമഭംഗി നിശബ്ദമായ ഏരിയയാണ്. ഒരുപാട് വാഹനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ സ്വസ്ഥമായിട്ടിരിക്കുക ആളുകൾക്ക്, വേറെ ബഹളമോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടെ കൊണ്ടുവന്നിട്ട് AC ഇട്ടിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിരുന്നവരെ നമുക്ക് ഒന്നും പറയാനില്ല. പ്രകൃതിയായിട്ട് യാതൊരു ബന്ധമില്ലാതെ വീണ്ടും AC തന്നെ ഇരിക്കുന്നത്. ഈ തണുപ്പത്തെ ഇത്രയും തണുപ്പുണ്ട്, എന്നാലും അവർ AC ഇട്ടായിരിക്കുന്നത് കാറിൽ. ഒരു കാര്യമില്ല. അപ്പോൾ ആ ഭാഗത്തേക്ക് നമുക്ക് അങ്ങോട്ട് പോവാം. ഇത്ര നേരം ഷൂട്ട് ചെയ്യാൻ പറ്റുന്നറിയില്ല. കൂടുതലും പിള്ളേരാണ്. പിള്ളേർ സെറ്റ് പലതരത്തിലുള്ള ആക്ടിവിറ്റീസിന് വേണ്ടി വന്നിരിക്കുന്നതാണ്. ഇപ്പോൾ സമയം ഒരു 7 മണി കാണും. 7 മണിക്കാണ് ഇവിടെ ആളുകൾ കൂടുതൽ വരുന്നത് കേട്ടോ. ഡാം അധികം ദൂരമില്ല, സിറ്റിയിൽ നിന്ന് അധികം ദൂരമില്ല. നമുക്ക് കഷ്ടിച്ചൊന്ന് വന്ന് കുറച്ച് നേരം റിലാക്സ് ചെയ്ത് നിൽക്കാം എന്നുള്ളൊരു സംഗതിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ കണ്ടെയ്നർ റോഡ് വഴി പോകുന്നവർക്കും എല്ലാവർക്കും നല്ലതാണ്. പിള്ളേരൊക്കെ ആഘോഷിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. നമ്മൾ മറിച്ചിടൊന്നും അറിയില്ല, ശ്രദ്ധയില്ലാതെ. ഇതിന് ഉന്തിപ്പാലം എന്നാണ് പറയുന്നത്. ഉന്തിപ്പാലം. അപ്പോൾ അവിടെ കണ്ടോ, താഴെ മാത്രമുള്ള ലൈറ്റിങ്, മുകളിലേക്ക് ലൈറ്റിംഗ് ഒന്നും കാണില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രോബ്ലം. ഒരു ലൈറ്റ് മുകളിലിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ആളുകൾ ആകർഷിച്ച് പിടിക്കാം. റെസ്റ്റോറൻ്റാണ്. പിന്നെ ഈ പറഞ്ഞ പോലുള്ള കുറച്ച് ചില ആക്ടിവിറ്റീസുണ്ട്. ഇവിടെ ചേച്ചിമാർ ഫിഷ്, കപ്പലിൻ്റെ കുറച്ച് ഫിഷ് ചൂണ്ടിട്ടുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ചൂണ്ടയാണ്. കപ്പലിനെ കുറിച്ച് അവർ എൻജോയ് ചെയ്ത് ചൂണ്ടയൊക്കെ ഇട്ട്, ചെറിയ ചൂണ്ടയാണ്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഇവിടെയൊക്കെ അത് മതി. ജസ്റ്റ് ഒരു വള്ളത്തിയോ ചിലപ്പോൾ പറയാൻ പറ്റില്ല കേട്ടോ, നല്ല കാരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. എന്ത് മീനാണ് കിട്ടണമെന്ന് ചോദിച്ചില്ല. കുഴപ്പമില്ല, നമുക്കത് ബാധകമല്ല. നമുക്ക് വേണമെങ്കിൽ വന്ന് ചൂണ്ടിയിടാമല്ലോ, വലിയ കാര്യമൊന്നുമില്ല. അധികം ദൂരമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ. മഴ ചെറുതായിട്ടൊന്ന് പൊടിയുണ്ട്, കുഴപ്പമില്ല. നമുക്ക് അപ്പോൾ പിഴല പാലത്തിൻ്റെ അടിയിലൂടെ വീണ്ടും നമ്മൾ തിരിച്ചു പോയാണ്. ആളുകൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വരുന്നുണ്ട്. കയാക്കിങ് ഇവിടം വരെ വരുന്നതാണ്. അത് ഇവിടെ മാത്രമേ ഉള്ളൂ എന്നറിയില്ല. ആ ഭാഗം ഓരോരുത്തരും ഇട്ടിട്ടുണ്ട്. പറ്റത്തായിട്ടൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് രാത്രി കാഴ്ച. പിഴല രാത്രി കോൺക്രീറ്റൊക്കെ പൊളിഞ്ഞിരിക്കുക. നമ്മൾ ഒറ്റ കൈ കൊണ്ട് പിടിക്കുമ്പോൾ ചിലപ്പോൾ തോട്ടിലോട്ട് വീഴാം സാധ്യതയുണ്ട്. കാരണം അതിൻ്റെ അരികൊന്നും ക്ലിയർ അല്ല. അപ്പുറത്തെ റോഡ് വൃത്തിയാക്കി, ഇപ്പുറത്തെ റോഡ് അത്ര പോരാ. അപ്പോൾ പിഴല പാലത്തിൻ്റെ അടിയിൽ കൂടി നമുക്ക് അങ്ങോട്ട് പോവാം. ആളുകളൊക്കെ ചേട്ടാ ഒന്നും മാറി തന്നാൽ ഞാനങ്ങോട്ട് പോയിക്കോളാം. ഓക്കെ, ഫുഡ് അവിടെ തന്നെ വന്ന് നിൽക്കുകയാണ്. നമ്മളിത് ഒരു കണക്കിന് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. അപ്പോൾ പാലത്തിൻ്റെ അടിയിൽ കൂടി നമ്മൾ പതിയെ പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ്. പക്ഷേ ഈ റോഡ് ഇത്തിരി മോശമായിപ്പോയി.
ഇങ്ങോട്ടുള്ള റോഡ്. ഇനി സാവധാനം ശരിയാക്കുമായിരിക്കും. ഇവിടെ കണ്ടോ ഈ പഴയ ഇതൊക്കെ ഉണ്ടായിരിക്കും ഇവിടെയൊക്കെ വേണ്ട. നമ്മളങ്ങോട്ട് പോയപ്പോൾ കണ്ടതാണ്, എന്നാലും പോയിരുന്നു തിരിച്ച്. പക്ഷെ ഇത്തരം പാട്ടുകളൊന്നും ഇവിടെ പാടില്ല സത്യത്തിൽ. പാട്ട് എന്താണ് ഹൈവേയാ വെച്ചിട്ട് അങ്ങനെയുള്ള ഹൈവേ പോലെ വന്നത്. സ്ലോയിൽ പോയാൽ മതി, ടെൻഷനൊന്നുമില്ല. ചില്ല് ചെയ്യാൻ വരുന്നവർ വളരെ സ്ലോയിൽ വരിക, ആസ്വദിക്കുക, പോവുക, അതാണ് പ്രധാനം. പിന്നെ അപ്പുറത്തേക്ക് നമ്മൾ പോയതാണ്, ഇറന്നില്ല. പകൽ വന്നു, ഇതിപ്പോൾ മഴക്കാറായോണ്ടേ ഒരു സുഖമായില്ല. പകൽ വന്നു, അപ്പോൾ നമുക്ക് തിരിച്ചു പോകാനല്ലത്. ഇപ്പോൾ വൈകിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്, എന്താണെന്നറിയില്ല. ആളുകൾ നടന്നു പോകണമെങ്കിൽ തന്നെ സമയം എടുക്കും. കുറേ പേർക്ക് കച്ചവടമുണ്ട്, കപ്പലണ്ടിയും സ്നാക്സും അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അത് ചെയ്യുന്നുണ്ട്. ഓക്കെ, വെള്ളപ്പാലത്തിലേക്ക് വീണ്ടും കയറി. പകൽ വേറെ കാഴ്ചകളാണ്. നമ്മൾ ഇവിടെ മുമ്പ് വന്നിട്ട് കുഞ്ഞമ്മണിയായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് ആ വഴി നടന്ന് ആ ഭാഗത്തിൽ കൂടി നടന്ന് പോയിട്ടുണ്ട് ഒരുപാട്. അങ്ങനെ കുഞ്ഞമ്മണിയായിട്ടൊരു വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട് ഓൾറെഡി. പിന്നെ ഫോട്ടോസൊക്കെ ഉണ്ട്. ഫോട്ടോസല്ല, വീഡിയോ ആണ് നമുക്ക് താല്പര്യം. അപ്പോൾ ഓക്കെ, വെള്ളപ്പാലത്തിൽ നിന്ന് തിരിച്ച് പോയത്. ഇവിടുന്ന് അങ്ങോട്ടൊരു ഓപ്ഷൻ കൂടി ഇട്ടുണ്ട് പാലത്തിൽ. അതിനാണ് സെൻറ്ററിൽ ഇങ്ങനെ സംഗതി വെച്ചോ. ലെഫ്റ്റ് പോകുന്നുണ്ടവർക്ക് അങ്ങോട്ടും പോകാമല്ലോ. അതിനുവേണ്ടി എന്തിനാണ് ഇങ്ങനെ ഹോൺ അടിക്കുന്നത്? നമ്മൾ സ്റ്റോപ്പിലേ പോവുള്ളൂ, സൈക്കിളല്ലേ, ഒരു കാര്യമില്ല. ഇപ്പം ഇത്ര നേരം അവിടെ വെയിറ്റ് ചെയ്ത്, അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് വണ്ടി എടുത്താൽ പിന്നെ വെയിറ്റ് ചെയ്യാൻ ഒരു തരത്തിലും പറ്റില്ല. അങ്ങനത്തെ ആളുകളാണ് കൂടുതൽ. പിന്നെ വെയിറ്റ് ചെയ്യരുത്, പിന്നെ ചീറിക്കോണം ആണ് കണക്ക്. അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ഓക്കെ, അപ്പോൾ കിട്ടുമെന്നറിയില്ല, ഇരുട്ടായി, നല്ല മഴക്കാറുണ്ട്. പിഴലാപ്പാലത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. നല്ല ഇരുട്ടാണ്. ആളുകളൊക്കെ തിരിച്ചു പോകാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഒരു 7-8-9 മണി വരെയൊക്കെ ഉണ്ടാവുമായിരിക്കും. അത്ര നേരം നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മളിവിടെ വെറുതെ വന്ന് പോകുന്നു. അപ്പോൾ ഒരു റൗണ്ട് അബൌട്ട് കാണിച്ചു, റൗണ്ട് എടുത്ത് കാണിച്ചു. ക്യാമറ എങ്ങോട്ടാണ് പോകണമെന്ന് അറിയില്ല. ഏതായാലും കാണാൻ പറ്റുമെന്ന് അറിയില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ, രാത്രി ഇത്രയും ദൃശ്യങ്ങൾ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, പിഴല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറിക്കഴിഞ്ഞു ചെറിയ തോതിൽ. നമ്മൾ ആഘോഷിക്കാൻ വരുന്നവർക്കൊക്കെ വേണ്ടി കുറച്ച് റെസ്റ്റോറൻറ്റുകൾ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആളുകൾ ബോട്ടിലൊക്കെ പോകാൻ തയ്യാറ്. ബോട്ട് എന്ന് പറഞ്ഞാൽ മറ്റേ കയാക്കിങ്, പെഡൽ ബോട്ട്, അതൊക്കെ ഉണ്ട് ഇവിടെ. അത്യാവശ്യം വൈകിട്ട് വന്നു കഴിഞ്ഞാൽ പെഡൽ ബോട്ട് ചെയ്യാം, കയാക്ക് ചെയ്യാം. അതൊക്കെയാണ് ഇവിടുത്തെ ആക്ടിവിറ്റീസ്. അങ്ങനെയാണ് വെള്ളം ആയിട്ട് ബന്ധപ്പെട്ട സംഗതികൾ. എന്തായാലും ഇവിടെ ഇപ്പോൾ ആ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ തിരക്കായി പോയി. പണ്ടൊന്നും ഒരാളും വരില്ലായിരുന്നു, ഇപ്പോൾ ഒരുപാട് പേരായി. ഓക്കെ, ആളുകൾ ചില്ല് ഔട്ട് ചെയ്യാൻ വേണ്ടി വരുന്നതാണ്. ഇപ്പോൾ വന്ന്
കളമക്കുടിയല്ല, പിഴലാപ്പാലത്തിൻ്റെ സൈഡിൽ കൂടി വന്ന് ഇവിടെയാണ് വരുന്നത് ആളുകൾ. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇവിടെ നിന്ന് തിരിക്കണം. ഐ ലവ് പിഴല. അപ്പോൾ ഇതൊക്കെയാണ് പിഴല ഗ്രാമത്തിൻ്റെ വിശേഷങ്ങൾ. വേറെ ഒന്നുമില്ല അവിടെ, പ്രത്യേകിച്ച് ഒന്നുമില്ല. മഴയൊക്കെ കൊണ്ടാണ് കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി ഡെവലപ്ഡ് ആവും. ആളുകളൊക്കെ കുറച്ചും കൂടി വരാം എന്തെങ്കിലുമൊക്കെ ആയിട്ട്. അപ്പോൾ ഓക്കെ, നമ്മളിവിടെ നിന്ന് പതിയെ നീങ്ങുകയാണ്. ആ ഭാഗത്തു നിന്നൊക്കെ ആൾക്കാർ ഒരുപാട് അങ്ങോട്ട് പോകുന്നുണ്ട്. ആക്ടിവിറ്റീസിന് പോകുന്നവരായിരിക്കാം, പാലം കയറി പോകുന്നുണ്ട്. അവർ പിന്നെ പഴയ പാട്ടുകളൊക്കെ ഇട്ടാണ്, പക്ഷെ നമുക്കത് കോപ്പിറൈറ്റ് കിട്ടാൻ സാധ്യതയുള്ളതുകൊണ്ട് കട്ട് ചെയ്യണം. ഇതുപോലെ പഴയ പാട്ടുകളാണെങ്കിൽ രസമാണ് കേൾക്കാൻ. അപ്പോൾ അവിടെ കണ്ടെയ്നർ റോട്ടിൽ നിന്ന് വാഹനങ്ങൾ പോകുന്നത് കാണാൻ പറ്റും. ഇവിടെയാണ്, അവിടെ നിന്ന് കാണാം ജസ്റ്റ്. അവിടെയാണ് പിഴല പാലവും. അവിടെ നിന്ന് ലൈറ്റൊക്കെ മിന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത മഴയ്ക്ക് മുമ്പ് പതിയെ നീങ്ങാം നല്ലത്. ഓക്കെ, കുറേ ഓക്കെ പറയണം.